വീട്ടിലേക്ക് പോകുമ്പോഴാണ് നല്ല പച്ചക്കായ നമ്മൾ ചിപ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ വൈഫിനോട് ചോദിച്ചു നമുക്ക് ചിപ്സ് ഉണ്ടാക്കിയായിരുന്നു. വൈഫ് പറഞ്ഞു നമുക്ക് നല്ല ശർക്കര ഉപ്പേരി ഉണ്ടാക്കിയാലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ നേരെ വാങ്ങിക്കൊണ്ട് വന്നു ശർക്കര ഉപ്പേരി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇതിങ്ങനെ നല്ല കുറച്ച് വീതിയിലൊക്കെ കട്ടി, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇനിയിപ്പോൾ നമ്മൾ സഹായിച്ചില്ല എന്ന് വേണ്ട, അപ്പോൾ ഓണായിട്ട് നിങ്ങളെല്ലാവരും ഭാര്യമാരൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കട്ടെ, ഒരുപാട് പണികളുണ്ടാവില്ല. അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. കട്ട് ചെയ്തൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സംഭവം ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുക. ചെറിയ ഫ്ലെയിമിലിട്ട് വറുക്കുക. നമുക്ക് ഈ 2 കളർ ഞാൻ കാണിച്ചുതരാം, കണ്ടില്ലേ? അത് നമ്മൾ ആദ്യം ഭയങ്കര ഹൈ ഫ്ലെയിമിലിട്ടപ്പോൾ ഇതായിപ്പോയതാണ്. അപ്പം ചെറിയ ഫ്ലെയിമിലിട്ട് വായി കഴിഞ്ഞാൽ സെറ്റാവും. പിന്നെ നമ്മുടെ ശർക്കര പാനി ഒന്ന് റെഡിയാക്കി വെക്കുക. അതിലേക്ക് ഇതൊരു മിക്സ് ഉണ്ട്. അതായത് അരി വറുത്ത് പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, ചുക്ക്, നല്ല ജീരകം 1 ടേബിൾ സ്പൂൺ, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, ഇതെല്ലാം ഒന്ന് പൊടിച്ച് റെഡിയാക്കി വെക്കണം കേട്ടോ. പിന്നെ അപ്പം നിങ്ങൾ ഈ സംഭവം തപ്പി നടക്കാൻ പോകരുത്. എന്നിട്ട് ഇത് നല്ലോണം റെഡിയായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച പച്ചക്കായ, നമ്മുടെ ശർക്കര ഉപ്പേരിൻ്റെ സംഭവം, ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഈ സംഭവം നല്ലൊന്ന് ടൈറ്റായി വരുമ്പോഴും ആണ് നമ്മൾ ഇതിലേക്ക് ഈ പൊടികൾ, നമ്മൾ റെഡിയാക്കി വെച്ച പൊടികൾ ഇങ്ങനെ ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്യണം, നല്ല ശക്തിയൊക്കെ വേണം. അപ്പോൾ അതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ശർക്കര ഉപ്പേരി റെഡിയായി വരുന്നത് കാണാം. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശർക്കര ഉപ്പേരി ഏതാണ്ട് റെഡി ആയിട്ടോ. അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കി, അടിപൊളി സംഭവമായിട്ട്. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ.